കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രിത നീക്കത്തിനെതിരെ CPIM പ്രതിഷേധം നാടെങ്ങും പുരോഗമിക്കുകയാണ്. CPIM നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രാജ്ഭവനും വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ പ്രധാന കേന്ദ്ര സർക്കാർ ഓഫീസുകളും ഉപരോധിച്ചാണ് പ്രതിഷേധം. രാജ്ഭവൻ ഉപരോധം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. RSS തിട്ടൂരത്തിലാണ് മോദി സർക്കാർ നീങ്ങുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യ മുഖത്തെയും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് പ്രവണത നടപ്പിലാക്കാം എന്ന കാര്യമാണ് BJP കൈകാര്യം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇനി ഓരോന്നും നോക്കേണ്ടത്. നമുക്കറിയാലോ, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോഴും മിക്കവാറും RSSന്റെയും BJPയുടെയും കൃത്യമായിട്ടുള്ള താളത്തിന് തുള്ളുന്ന ശക്തിയായിട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ മെല്ലെ പടിപടിയായി ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ സാർവദേശീയ പശ്ചാത്തലത്തിൽ തന്നെ ഈ നിയോ ഫാസിസത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസ്റ്റിക് രീതിയിലുള്ള പ്രവണത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആ അജണ്ട കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ചേരുകയാണ് വിവരങ്ങളുമായി. സുലേഖ, എങ്ങനെയായിരുന്നു രാവിലെ മുതൽ ആരംഭിച്ച CPIMന്റെ രാജ്ഭവൻ മാർച്ചും സമരവും ഒക്കെ? ശരത്ത്, ഇന്ന് രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കുള്ളൊരു മാർച്ച് നടത്തിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മാർച്ച് നടന്നത്. കേരളത്തിൽ വയനാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ, കേന്ദ്രം തുടരുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ഇത്തരത്തിൽ CPIMന്റെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ഇത്തരത്തിലൊരു മാർച്ച് CPIM സംഘടിപ്പിച്ചത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് തിരുവനന്തപുരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഇത്തരത്തിൽ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങൾ, അത്തരത്തിലുള്ളൊരു ഭരണമാണ് കേന്ദ്രം നടത്തുന്നത് എന്നത് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ ഫാസിസ്റ്റ് രീതിയിലേക്കുള്ളൊരു ഭരണമായി ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭരണം മാറുന്നു. അത്തരത്തിൽ ഈ ഭരണത്തെ എതിർക്കുക തന്നെ ചെയ്യുമെന്നത് തന്നെയാണ് ഇത്തരത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇത്തരത്തിൽ ചരിത്രത്തിലേക്ക് ഈ ഒരു സമരം അത് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നും ഇത്തരത്തിലുള്ളൊരു സമരം കേന്ദ്രത്തിനെതിരായ, കേരളത്തിനോട് തുടരുന്ന അവഗണനയ്ക്കെതിരെയുള്ള ഈ സമരം തുടരുമെന്നുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കേന്ദ്രം തരേണ്ട ആനുകൂല്യങ്ങൾ, അതിനൊപ്പം തന്നെ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും തടഞ്ഞു വെക്കുന്ന ഒരു പ്രവണത അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. തുടർച്ചയായുള്ള ഈ സർക്കാരുകൾ, BJP സർക്കാരുകൾ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ കേരളം ഉയർത്തുന്ന ബദലുകൾക്കെതിരെ ഒരു അത്തരത്തിൽ ബദലിനെ തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നു എന്നതൊക്കെ തന്നെയും MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഈ വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നിലയിൽ ഫാസിസ്റ്റ് പ്രവണതകളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരള വിരുദ്ധത അതിൻ്റെ പരമാവധിയിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം എന്ന സംസ്ഥാനത്തെ എല്ലാ തരത്തിലും ദ്രോഹിക്കുക എന്ന നിലപാടോടെ മോദി സർക്കാർ നിൽക്കുകയാണ്. അതിൻ്റെ ഓരോരോ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിലും, വിവിധ കേന്ദ്രങ്ങളിൽ, കേരളമെമ്പാടും വയനാട് ഒഴികെയുള്ള ജില്ലകളിലൊക്കെ വയനാടിൻ്റെ സമരം അങ്ങ് ദില്ലിയിൽ ജന്തർ മന്ദറിൽ നടക്കുകയാണ്. വളരെ ശക്തമായ നിലയിലുള്ള ഒരു സമരത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്.